തിരുവനന്തപുരത്തെ കൂടുതൽ സ്പാകൾക്കെതിരെ നടപടിക്കൊരുങ്ങി കോർപ്പറേഷൻ. കഴക്കൂട്ടത്തെ സ്പാകളിലും മസാജിംഗ് സെന്ററുകളിലും പോലീസ് പരിശോധന നടത്തി. അനധികൃത പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പരിശോധന ശക്തമാക്കിയത്. അനധികൃത സ്പാകൾക്കെതിരെ നടപടി ശക്തമാക്കുമെന്ന് മേയർ ബി രാജേഷ് ആവർത്തിച്ചു. ടൂറിസം വ്യവസായം നിയമവിധേയമായിട്ട് നിലനിൽക്കണം, സംരക്ഷിക്കപ്പെടണം. പക്ഷേ അതിൻ്റെ മറവിൽ ലഹരി ഇടപാടുകൾ, അതോടൊപ്പം തന്നെ മറ്റ് അനാശാസ്ത്രീയ ഇടപാടുകൾ ഒരു കാരണവശാലും നഗരത്തിൽ അനുവദിക്കാൻ സാധിക്കില്ല. നഗരം കാലാനുസൃതമായി വളരണം, ടൂറിസമൊക്കെ വളരണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, നമ്മുടെ ജനതയുടെ സുരക്ഷയുണ്ട്. ഇതൊക്കെ തന്നെ ഇതിന് വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടും എടുക്കാൻ സാധിക്കില്ല. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ പോലീസുമായിട്ടും നമുക്ക് സഹകരിക്കേണ്ട ഘട്ടങ്ങളിൽ എക്സൈസുമായിട്ടും ഒക്കെ ചേർന്നിട്ട് ഇക്കാര്യങ്ങൾ സംയുക്തമായിട്ട് മുന്നോട്ട് പോകും. വിശദാംശങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു സ്പായിൽ അവിടെ ജോലിക്കായി എത്തിയ പെൺകുട്ടിക്ക് നേരെ സ്പാ ഉടമ ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചു എന്ന പരാതിക്ക് പിന്നാലെയാണ് ആ സ്പായിൽ റെയ്ഡ് നടക്കുന്നത്. പിന്നീട് പരിശോധന ശക്തമാക്കുമെന്ന് മേയർ വ്യക്തമാക്കിയതാണ്. അതായത് ക്രോസ് മസാജിങ് അനുവദിക്കില്ല, അനാശാസ്യം അനുവദിക്കില്ല എന്ന കർശനമായ താക്കീത് നൽകുന്നു. ഭരണകൂടം കൃത്യമായി ഇടപെടുന്നു. നമുക്കറിയാം, അതിനെ വി രാജേഷിൻ്റെ ഈ പ്രഖ്യാപനത്തിൽ നിലപാടിനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിനെതിരെ വിമർശനം ഉണ്ടാകുന്നുണ്ട്. ആരാണ് ഒരു മേയർക്ക് ഇതിനുള്ള അധികാരം നൽകുന്നതെന്ന്. പക്ഷേ നമുക്കറിയാം, അങ്ങനെ വിമർശിക്കുമ്പോഴും ഈ സ്പാകളുടെ മറവിൽ നടക്കുന്ന വഴിവിട്ട ഇടപാടുകൾ, അനധികൃതമായിട്ടുള്ള പല ഇടപാടുകളും കൃത്യമായും പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ പോലീസ് പലപ്പോഴും നോക്കുകുത്തിയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഭരണകൂടം, തിരുവനന്തപുരം നഗരസഭാ ഭരണകൂടം ഒരു ശക്തമായ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് പരിശോധന? ഇത് ഏത് രീതിയിലായിരിക്കും ഇനി തുടർ നടപടികൾ? ടോമ, ഈ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ വി രാജേഷിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നഗരത്തിൽ നടക്കുന്ന സ്പാകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളിൽ പോലീസിന്റെയും ഡോക്ടർമാരുടെയും ഒരു രഹസ്യ പിന്തുണ ലഭിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാണ്. അത്തരത്തിലുള്ള പിന്തുണകൾ എല്ലാം കണ്ടെത്തും. അതിനൊപ്പം തന്നെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾ അടച്ചുപൂട്ടുകയും ഒപ്പം തന്നെ ഈ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന സ്പാകളിൽ ഈ ഒരു ഗുണ്ടാ പ്രവർത്തനങ്ങളും ഒപ്പം അനാശാസ്യ പ്രവർത്തനങ്ങളടക്കം നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്പാകളിലും പരിശോധന നടത്തും. അത് നഗരസഭ ആരോഗ്യ വിഭാഗം നേരിട്ട് പരിശോധന നടത്തും. ഇനി പോലീസിൻ്റെ സഹായം ആവശ്യമെങ്കിൽ പോലീസിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ പരിശോധന നടത്തുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് അതിനുശേഷമാണ് ഈ സെക്രട്ടേറിയറ്റിന് നേരെ മുൻവശത്തുള്ള ക്യാപിറ്റൽ ടവറിൽ പ്രവർത്തിക്കുന്ന സ്പർശൻ സ്പായിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുകയും ഇവിടെ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തതിനു ശേഷം ഈ സ്പാ അടച്ചുപൂട്ടുകയും ചെയ്തു. ഇതേ സ്പായിലെത്തിയ ഒരു അഭിമുഖത്തിനായി എത്തിയ ഒരു യുവതിക്ക് നേരെ അപമര്യാദയെ പെരുമാറിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് മേയർക്ക് നേരിട്ട് പരാതി ലഭിച്ചതാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം, അതായത് അവധി ദിവസമാണ്, അന്ന് തന്നെ നേരിട്ടെത്തി പരിശോധന നടത്താൻ മേയർ നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ തിരുവല്ലയിൽ നടന്ന കൂട്ടബലാത്സംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നഗരത്തിൽ പല ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന സ്പാകളിൽ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകുന്നു. അതേ സമയത്ത് തന്നെയാണ് ഈ പരാതിയും ഉയർന്നു വരുന്നത്. രേഖാമൂലം പരാതി നൽകിയിട്ടില്ലെങ്കിലും ഈ ഒരു ദുരനുഭവം നേരിട്ട് മേയറെ വിളിച്ചറിയിക്കുകയായിരുന്നു. ആ സമയത്താണ് നിർദ്ദേശം നൽകുകയും കഴിഞ്ഞ ദിവസം ഈ പരിശോധന അടക്കം ചെയ്തത്. അതിന് തുടർച്ചയായി ഇന്നും നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്പാകളിൽ വ്യാപകമായി പരിശോധന നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന വിവരവുമുണ്ട്. അത്തരം കാര്യങ്ങളിൽ കർശന നിലപാടെടുക്കുമെന്നാണ് മേയർ പ്രതികരിച്ചിട്ടുള്ളത്. അത് മുന്നോട്ടുള്ള ദിവസങ്ങളിലും പരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി സ്വീകരിക്കുക. അതിനൊപ്പം തന്നെ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളിൽ നടക്കുന്ന ക്രോസ് മസാജ് അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം, അതായത് അത്തരം കാര്യങ്ങളിലൊന്നും തന്നെ നിലപാട് മയപ്പെടുത്തില്ല എന്നാണ് മേയറുടെ നിലപാട് ഇപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നും നാളെയുമായി വരുന്ന ദിവസങ്ങളിലെല്ലാം ഈ ഒരു റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ തുടരുമെങ്കിലും പിന്നീടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരാതിരിക്കാനുള്ള നിരീക്ഷണവും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേട്ടോ, ഇതിപ്പോൾ പോലീസുമായി യോജിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള റെയ്ഡുകൾ നടക്കുന്നത്. എങ്ങനെയാണ്? കാരണം ഇവിടെ അനധികൃതമായിട്ടാണ് ഈ സ്പാകൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അടച്ചുപൂട്ടുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണം അല്ലെങ്കിൽ നഗരസഭ നീങ്ങുന്നുണ്ടോ? മാത്രമല്ല, നമുക്കറിയാം എങ്ങനെയാണ് ഇതിൻ്റെ ലൈസൻസ് കൃത്യമായി വേണം. പക്ഷെ അത് മാത്രമല്ല, ഇതിൻ്റെ മറവിൽ നടക്കുന്ന വഴിവിട്ട ഇടപാടുകളാണ്, ഈ ക്രോസ് മസാജിങ്ങുകളാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് കാരണമാകുന്നത്. അത് പലപ്പോഴും ലൈംഗിക ചൂഷണങ്ങളിലേക്ക് വരെയും കാര്യങ്ങൾ പോകുന്നുവെന്ന പരാതികളൊക്കെ പിന്നീട് ഉയർന്നു വരാം. അത് എങ്ങനെയാണ് ഈ പരിശോധനയുടെ ഭാഗമായി, റെയ്ഡിൻ്റെ ഭാഗമായി ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായും പരിശോധിക്കുന്നുണ്ടോ?
തീർച്ചയായും. കാരണം പ്രാഥമിക ഘട്ടത്തിലുള്ള പരിശോധനയിൽ പ്രവർത്തിക്കുന്നത് ലൈസൻസിന്റെ അടിസ്ഥാനത്തിലാണോ എന്നാണ് പരിശോധിക്കുന്നത്. ലൈസൻസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അല്ലെങ്കിലും അത് നടപടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തുടർന്ന് പിന്നീട് ഇവിടെ നടക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളെല്ലാം പരിശോധിക്കും. മാത്രമല്ല ഇവിടെ മസാജ് സെന്ററിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്പായിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് അതിൻ്റെതായ സർട്ടിഫിക്കേഷനോ അതായത് യോഗ്യതയുണ്ടോ എന്നും അങ്ങനെയല്ല ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് ഇവിടെ യുവതികളെ അതായത് ഭീഷണിപ്പെടുത്തിയടക്കം പലരും ഈ ഒരു ട്രാപ്പിലടക്കം പെട്ടുപോകുന്ന നിരവധി യുവതികളുണ്ട്. അങ്ങനെയാണോ ഈ ഒരു സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നടക്കം മേയർ ഈ ഒരു നഗരസഭ പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതിന് ഒരു ക്രിമിനൽ സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ പോലീസിന്റെ സഹായം കൂടി തേടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ശൃംഖലയാണ്. കാരണം നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ ബോർഡുകൾ തന്നെ കൃത്യമായി ഇല്ലാതെ നടത്തുന്ന പല സ്പാകളുമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ റെയ്ഡ് നടത്തിയ സ്ഥാപനം അകത്തേക്ക് ചെന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പുറമേ നിന്ന് നോക്കുമ്പോൾ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടം മാത്രമായിട്ടേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ഗൂഢസംഘം അല്ലെങ്കിൽ ഗുണ്ടാ സംഘം അടക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ പെട്ടുപോകുന്ന സ്ത്രീകളെ അടക്കം അവിടെ നിന്നും രക്ഷിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനായിരിക്കും ഇപ്പോൾ നഗരസഭ തീരുമാനിക്കുക. അതിനൊപ്പം തന്നെ ഈ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിലും പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധനയുണ്ടാകും. ഈ ഒരു ലൈസൻസ് ഇല്ല അല്ലെങ്കിൽ കൃത്യമായ രേഖകളില്ല എന്ന് കണ്ടെത്തി പൂട്ടുന്ന സ്ഥാപനങ്ങൾ പിന്നീട് തുറക്കുമ്പോൾ അതിൽ ലൈസൻസിനൊപ്പം തന്നെ ഇത് കൃത്യമായ മാർഗ്ഗരേഖകൾ പിന്തുടർന്നുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത്, ക്രോസ് മസാജിംഗ് പോലെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളിൽ വീണ്ടും ഒരു പരിശോധന അല്ലെങ്കിൽ തുടർച്ചയായുള്ള പരിശോധന നടത്തേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതിനു മുൻപ് നമുക്കറിയാം വയനാട് പോലെയുള്ള ജില്ലകളിലും വ്യാപകമായി പോലീസിന്റെ റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. കാരണം പ്രധാനമായി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലങ്ങളിൽ ഇത്തരം സ്പാകൾ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയെല്ലാം ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇത് നിയന്ത്രണ വിധേയമാകും. പിന്നീട് ആ റെയ്ഡ് അവസാനിക്കുന്നതോടുകൂടി വീണ്ടും ഇവയെല്ലാം തുറന്ന് പ്രവർത്തിക്കുകയും അനാശാസ്യ പ്രവർത്തനങ്ങളും ഗുണ്ട രീതിയിലുള്ള കാര്യങ്ങളിലെല്ലാം വീണ്ടും വ്യാപൃതമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതെ ഇത് കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായ മാർഗ്ഗരേഖകൾ പിന്തുടരുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ നഗരസഭയുടെ കീഴിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അതിനാണിപ്പോൾ നഗരസഭ തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിന് പ്രധാന കാരണമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തിരുവല്ലയിലെ സംഭവമാണെങ്കിൽ പോലും തിരുവനന്തപുരത്തും ഇത് വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയത് നഗരസഭ അത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നഗരസഭയുമായി ചേർന്ന് നിൽക്കുന്ന മറ്റ് ഭാഗങ്ങളിലും അതായത് മറ്റ് ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലടക്കം ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന വിവരം മുൻപേ തന്നെ സർക്കാരിൻ്റെ അറിവിലുള്ള കാര്യമാണ്. ആ ഭാഗങ്ങളിലേക്കും സർക്കാർ എത്തരത്തിലുള്ള നടപടികളിലേക്ക് എത്തും എന്ന കാര്യവും ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. കാരണം പല ഭാഗങ്ങളിലായി അതായത് നഗരത്തിലല്ലാതെ തന്നെ ഒറ്റപ്പെട്ട ഭാഗങ്ങളിലും ഇങ്ങനെ സ്പാകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്കുള്ള സ്ഥാപനങ്ങളിലെ നിയന്ത്രണങ്ങൾ എങ്ങനെ കൊണ്ടുവരും എന്ന കാര്യങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രം വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. യെസ്, വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾക്കെതിരെയും മസാജിംഗ് സെൻ്ററുകൾക്കെതിരെയുമാണ് കർശന നടപടി സ്വീകരിക്കാൻ കോർപ്പറേഷന്റെ നീക്കങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.